السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون. الله أكبر والحق يعلو أبدا والباطل يزول أبدا والباطل المهزوم يفنى سرمدا. الله رب العالمين وحده لا نرجو سواه ولا نخشى أحدا. من عاد الله خاب ونقصرا ومن ولى الحق نال المقصدا. فالعز لله الذي وحده والمجد للرحمن دائما أبدا. അപ്പൊ ഇന്ന് ഗ്രൂപ്പിൽ വന്ന് 7 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ KH സൂരി മുസ്ലിയാർ ഒരു തരികിട പരിപാടി ഒപ്പിച്ചിട്ട് ഗ്രൂപ്പിൽ വന്നിട്ട് ലോക്ക് ആക്കിയിട്ട് ഒറ്റയ്ക്ക് വിട്ടുകൊണ്ടുണ്ട് എന്നെ അഡ്മിൻ ഓൺലിയാക്കിയിട്ട്. എന്നെ എടുത്തിട്ട് 2 അഡ്മിന്മാരും നിന്നിട്ട് ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ അയാൾ പേഴ്സണൽ പോയപ്പോ നിർബന്ധിതനായിട്ട് ഇന്ന് വന്നിട്ട് ഒരു 30 ക്ലിപ്പ് വിട്ട്. ആ ക്ലിപ്പിന്റെ ഇന്ന് 1 മണിക്കൂറോളം അയാൾ സംസാരിച്ചോടെ ആ ക്ലിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ ദിവസമായിട്ട് ഞാൻ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തു തരും. ശരിക്കും ഇൻഷാ അല്ലാഹ് ക്ലിപ്പ് നീളുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കും. എന്റെ ക്ലിപ്പ് വളരെ ശ്രദ്ധിക്കണം. ഒന്ന് കേട്ട് നോക്കാം. അയാൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഞങ്ങളെ ചർച്ച നീണ്ടു നിന്ന ചർച്ച ആയിട്ട് അവസാനം അഡ്മിനിന് ഞാൻ ഏൽപ്പിച്ചിട്ടായിട്ട് 3-4 ദിവസവും കിതാബ് ഹാജറാത്തിയ വിഷയത്തിൽ അഥവാ കിതാബ് നാണെന്നോ ആയത്ത് ഇട്ടെതിരെ വിരുദ്ധായിട്ട് വൈരുദ്ധ്യമായിട്ട് 56-ാമത്തെ ആയത്തിലുണ്ടോ ഞങ്ങളെ മൂസാക്കിനെ ചുമത്താൻ പോവാം. ആ വൈരുദ്ധ്യം എന്തേ അത് തെളിയിച്ചിട്ട് തറന്നു ചൊല്ലുമ്പോ ഇടപെടേണ്ട ബാധ്യത ഞങ്ങൾ ഇസ്മാലിക്കുണ്ട്. ചൊന്നെങ്കിൽ അഡ്മിൻ എന്ന രീതിയിൽ അങ്ങനെ ഇന്നലെ എന്ത് നടന്നിട്ടുണ്ട് അഡ്മിൻ എന്ന നിലയിൽ അത് ഇടപെട്ടിട്ട് അതിനെ തെളിയിച്ചു തരേണ്ട ബാധ്യത അഡ്മിൻ എന്ന നിലക്കാരിക്കൊണ്ടു ഇസ്മാൽച്ച കൊണ്ടു. ഇസ്മാൽച്ച ഒറ്റക്ക് മാത്രം അവിടെ ആ ഗ്രൂപ്പിലുള്ള, മനസ്സിലായില്ലേ? അയാളാക്കിയ ഗ്രൂപ്പ്, ഈ ഇസ്മാൽച്ച ആക്കിയ ഗ്രൂപ്പിൽ ഇവർ നാടകം കളിച്ചോണ്ടുണ്ട്. ഇവർ 2 ആൾ അഡ്മിൻ. ഞാൻ അഡ്മിൻ അല്ല. ഒരാൾക്ക് ഒരു അവസരം ഇതിലില്ല. ഒന്ന് കേട്ട് നോക്കി. ഓരോന്നും ഇവരെ തട്ടിപ്പിനെ ഞാൻ പുറത്തു കൊണ്ടുവന്നു ഇൻഷാ അല്ലാഹ്. ബിസി എന്ന കാരണം കൊണ്ട് 7 ദിവസം ബിസി എന്ന കാരണം കൊണ്ടത്ര. ഇന്ന് രാവിലെ ഞാൻ ഇയാളെ പേഴ്സണൽ ക്ലിപ്പ് വിട്ടത്. അയാളിപ്പ ഞാൻ അയക്കാന്ന് പറഞ്ഞിട്ട് അയാൾ അയച്ചിട്ടില്ല. എന്തെങ്കിലും ഞാൻ അയക്കും ചിലപ്പോ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ വിഷയത്തിൽ കിതാബ് ഓതിയതായിട്ടാ അല്ലെങ്കിൽ 56-ാമത്തെ ആയത്തിൽ ഇസ്തിവാഖക്ക് വൈരുദ്ധ്യമായിട്ട് തന്റെ അഡ്രസ് പൊളിച്ചതായിട്ട് 25-ന്റെ പിന്നെ വിഷയം ഇല്ലട്ടാ. അല്ല, 55-ന്റെ വിഷയം ഇല്ല. 56-ലൊക്കെ തുള്ളിന് ഇവിടെ ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലു വല്ലദീന ആമനു വല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാക്കിഊൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റഹിമഹുല്ലാഹ് വളരെ ശ്രദ്ധിച്ചു കേൾക്കി. മുസ്ലിയാക്കന്മാർ പറ്റിക്കുന്നതിന്റെ ഓരോ കോലം. അപ്പോ ആ ഇമാം റാസിയുടെ തഫ്സീറിൽ മരിച്ച മയ്യത്തിനോട് സഹായം തേടാൻ ഉണ്ട് തെളിയിക്കുന്നു. ഞാൻ ഈ ആയത്തെങ്കിലും കൊണ്ടുവന്നിട്ടൊന്ന് ദുർവ്യാഖ്യാനം ചെയ്തോ എന്നിട്ട് ജനങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ കൊണ്ടുവരുന്ന 3-ാമത്തെ ദിവസം. ഇപ്പൊ 15 ദിവസത്തോളായി ഇയാൾ ഉരുളുന്നത്. എന്നിട്ട് 6-7 ദിവസം വരാണ്ട് ഇന്ന് വന്നിട്ട് 2-3 ദിവസം ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, ഇടപെടാൻ പറ്റി. എല്ലാം കേട്ടിന് ക്ലിപ്പിയാൾ എല്ലാം കേട്ടിട്ട് തരികിട പരിപാടി ഒപ്പിച്ചിട്ട് വന്നിട്ട് ഒന്ന് കേക്ക് ഓരോന്ന് വിശദീകരിച്ചിട്ടായിരുന്നു. കണ്ടില്ല അയാൾ. പിന്നെ ഉണ്ട് നമുക്ക് വന്നിട്ട് മെസ്സേജ് ചോദിച്ചിട്ട് പോയിട്ട് അതൊക്കെ ഞാൻ അപ്പോൾ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്റെ PM നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ആ വയസ്സ് പേനും കൂടെ കടത്തിട്ടുണ്ട് ആവശ്യപ്പെട്ടെങ്കിൽ ഇസ്മാലിക്ക അപ്പൊ ഞാൻ കടത്തില്ല, നിങ്ങൾ കടത്തിത്തില്ല ഇത്തോളം ഞാൻ കടത്തില്ല ഇൻഷാ അല്ലാഹ്. അതിൽ പിന്നെ 5 മിനിറ്റ് വയസ്സ് ഇട്ടറയൽ എന്നാണ് അതിൽ പ്ലേ ആക്കിയിട്ടില്ല. എന്റെ പ്ലേ ആക്കാത്തത് നിങ്ങൾക്ക് അകത്തില്ലേ? എന്തുകൊണ്ട് അകത്തില്ല? അതിന്റെ വിഷയം എന്തിനാ ചൊന്നു 2 പ്ലേ ആക്കിയിട്ട് കേൾക്കും. അവിടെ ഉണ്ടല്ലേ കേട്ടിത്തിക്കുവാറ് നോക്കുക. അതൊക്കെ ആവശ്യമില്ല, ആവശ്യമില്ല. ഈ നിമിഷം വരെ പ്ലേ ആക്കിയിട്ടില്ല. എന്ത് കാരണം ഞാൻ കിതാബിടെ മുന്നേ രചിച്ചു തന്നിട്ടുള്ളേ. കിതാബ് എത്ര ഉണ്ട് ചെങ്ങയെ? എത്ര കിതാബ് നിങ്ങൾക്ക് ഇസ്താംബുളിൽ ഫ്രീ ആയിട്ട് കടത്തി തണ്ടാറ്? ഒരു പൈസ കൊടുക്കണ്ട. കിതാബ് ലോകത്തിൽ ഒരു കെട്ടുണ്ട് കിതാബ്, മനസ്സിലായോ? ഇവിടെ ഷാർജ ബുക്ക് ഫെയർ വരുന്നുണ്ട്. ഒരു ലോഡ് 2000 ചില്ലറ സ്റ്റാളിൽ കിതാബിന്റെ ഉള്ളു, മനസ്സിലായോ? ആവശ്യമില്ല. തോൽവി ജയ അല്ല മൈലാരെ. നിങ്ങളെ താട്ടിപ്പ് പുറത്തു കൊണ്ട് ഞാൻ ജയിച്ചു തോറ്റു എന്നുള്ള വിഷയം ഇല്ല ഇവിടെ. നിങ്ങളെ താട്ടിപ്പ് തരികിട പരിപാടിനെ ഇവിടെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത ഒരു മുസ്ലിം എന്ന നിലക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്കില്ല എന്നത് നിങ്ങളെ ഏറ്റവും ആദർശ പാപ്പരത്വം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഉറപ്പല്ല. ഇസ്മാലിക്ക് ബടക്കാക്കിയത് കൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളെ ചതിച്ചു, നിങ്ങളുടെ എന്താ വിദ്വേഷ ഇസ്മാലിച്ച കൊണ്ടായി. അല്ലെങ്കിൽ 2 ആൾ തരികിട പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ ഫസ്ലിൽ ഞാൻ ആയത്ത് ഓതിട്ട് അവിടേക്ക് ഞാൻ വിട്ടു. 6 ಸೋತ್ರೆ ಅಂತ ಆರ್ಗು ಅಂತಾವಲ್ಲೇ
ಬುದ್ಧಿ ನಾವು ಗೊಂತಾವನು ಅದಕೊಂಡು ಆ ಚರ್ಚೆ ಆಗಿಲ್ಲ ಗ್ರೌಂಡ್ കളിച്ചവണതല്ല ಗೊಂತು 6 ಸೋತೆ 6 ವಿಕೆಟ್ എടുത്ത് 6 സിക്സ് അടിച്ച് 6 4 അടിച്ച് 6 ഔട്ടായിട്ട് ദൂരം നിന്നാണ് കൊന്തിക്കണം ഇപ്പൊ സിക്സ് അടിച്ചതും ഔട്ടായതും സോത്തതും അവിടെ ഉള്ള ആരെങ്കിലും ഒന്ന് അങ്ങനെ ചൊന്നാരാ നിങ്ങൾക്ക് ബേജാരെന്തര കൊണ്ടു നിങ്ങൾക്ക് ലൈക്ക് അടിക്കില്ല അല്ല തപ്പ് മാർക്ക് ഇടാ നിങ്ങളെ പൊട്ടത്തരத்துக்கு തപ്പ് മാർക്ക് ഇട്ടേക്ക് ഇന്ത്യ എന്താക്കിരാറ് ഓരോരാള് 3 4 2 3 നമ്പറിൽ മൈലാമാർ ആഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് ലൈക്ക് കൊടുത്തോണ്ടുള്ളാറ് അതിൽ ആര് നോക്കി നിൽക്കിടാറ് മൈലാരാ നിങ്ങളെ ലൈക്കരെയും തപ്പ് കൊടുത്തു തരും അതിൽ ബേജാറായിട്ട് കാര്യമുണ്ടാ അതുകൊണ്ട് കളി നാണു മൂസാക്കിന്റെ കൾച്ചർ ടോട്ടലി ആയിട്ട് ആ കൾച്ചർ റൗണ്ട് ഒലിമ്പോ റൗണ്ടിലും അവിടെ സോത്തിട്ട് തന്നെ മൂസാക്കിന്നെ ആയിട്ട് സോത്തിട്ട് തന്നെ മൂസാക്കിന്നെ ആയിട്ടില്ല ഇയാളും സോത്തരേന്ന് ചൊല്ലേ ഞങ്ങൾ സോത്തരെ ജയിച്ചു രണ്ട് ഞങ്ങൾ ചൊല്ലേ അപ്പൊ ഇയാൾ കളിച്ചിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ട് ഇയാൾ ജയിച്ചിരുല്ല ആ ജയിച്ചതൊന്നും വേണല്ലേ ഇമാം റാസി റഹിമുള്ളാന്റെ തഫ്സീർ കൊണ്ടുവന്നിട്ട് മരിച്ച മയ്യത്തിനോട് സഹായം തേടുന്ന തെളിവുണ്ടോ നിങ്ങൾ തെളിയിക്കേണ്ടത് എന്തുകൊണ്ട് നിങ്ങൾ 7 ദിവസം മുങ്ങിക്കളിച്ചു നിങ്ങൾ ഇവിടുന്ന് പ്രശ്നമില്ല കേച്ചു തരുമല്ലാരെ കാരണം മൂസാക്കിന്നെ ബായിന് ചെന്നല്ലാണ്ട് ഓതിയ ഒരു ആയത്തും ഒരു മുഫസ്സിന്റെ പേരും ചെന്നിട്ടില്ല ഇസ്തിഹാസ ശിർക്ക് ചെന്നിട്ട് ആയത്തും ഇല്ല ഹദീസും ഇല്ല ഇജ്മാവും ഇല്ല ഖിയാസും ഇല്ല ചെന്നിട്ട് നമുക്ക് വെളിവാക്കിയിട്ട് ചെന്ന് തന്നു മാഷാ അല്ലാഹ് അതൊക്കെ ഒരു പൂട്ടമാല ನಾನು ರಾತ್ರಿ എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ട് ബജിപ്പട എയർപോർട്ടിൽ പോകുന്നു ബാംഗ്ലൂർക്ക് ಬಂಡೆങ്കിൽ ബാംഗ്ലൂർക്ക് ഞങ്ങൾ പോകേണ്ട സ്വീകരിക്കും ഏറ്റവും ചോളം മാത്രമാണ് പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നെ ബാക്കി വിഷയത്തില് അയാള് ചോദ്യം കേൾക്കുമ്പോൾ ചോദ്യം കേൾക്കണമെന്നില്ല ഉത്തരം ചൊല്ലുമ്പോൾ തരട്ട് ചോദ്യം കേട്ടോ ഇന്ന് മൂന്നാമത് തരട്ടിക്ക് ചോദ്യം കേട്ടോ ഇന്ന് അതൊക്കെ ഒരു ഉപചോദ്യമാണ് കേട്ടിട്ട് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട ഇല്ലേ ജീവിച്ചിട്ടുണ്ടാ ഇല്ലേ ഇതൊക്കെ ഒരു ഉപചോദ്യത്തിന് ഇത്രത്തോളം മറുപടി ഇല്ല ഇതാണ് വിഷയം പിന്നെ ഇസ്മാലിക്ക എന്തായിട്ട് വിഷയം ഒന്ന് ചൊല്ലറും എന്താ നടന്നത് അപ്പൊ ഇസ്മാൽ കേരള ഇസ്തിഹാസ പാച്ചോ ആക്കിയോണ്ടുണ്ടല്ലോ എന്തായിട്ട് എല്ലാം കേട്ടിട്ട് നാടക കളിക്കേ ഇയാൾ എന്നെ ഒന്ന് ബാംഗ്ലൂർ അല്ലെങ്കിൽ ബജ്പ എയർപോർട്ടിൽ വിളിക്കേ എന്തേ പൂമാല ഇട്ടിട്ട് നല്ല സ്വീകരിക്കുള്ളൂ നിങ്ങളെ പൂമാലക്ക് കൊണ്ടുപോയിട്ട് അവിടെ കുപ്പത്തൊട്ടിലേറിയൊരു ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിര ഇല്ലേ ചെന്നിട്ട് നാനല്ല നിങ്ങൾ എല്ലാവരും വെച്ചിട്ട് തീരുമാനിക്കൂ നിങ്ങൾ ഏറ്റവും ഇപ്പത്താവില്ല ലേറ്റസ്റ്റ് പുതിയ ഔലിയ കൂറ തങ്ങ ചൊല്ലതൊന്ന് കേട്ട് നോക്കൂ നിങ്ങൾ ചൊല്ല വഫാത്തായിരുന്നല്ലേ കൂറ തങ്ങളെ നിങ്ങൾ എതിർത്താറ് ചവിട്ടിയാറാ കൂറ തങ്ങളെ വിട്ടാറ് നിങ്ങൾ അത് കേൾക്കൂ എനിക്കും നിങ്ങൾക്കുമാണ് എന്താണ് മരണം അല്ലാഹുവിന്റെ റസൂൽ എന്താണ് മറ്റു റൂമിൽ ഇന്നൊരു റൂമിലേക്ക് മറന്നേ അർത്ഥമുള്ളൂ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് വഫാത്തായിട്ടില്ല അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ഏത് ഉമ്മാന്റെ ഏത് ബാപ്പാന്റെ മകനാണോ വന്ന് അല്ലെങ്കിൽ ഏത് ഉമ്മാന്റെ മകനാണോ വന്ന് എന്നുള്ളതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ അവിടെ എന്താണ് ആ ജസ്ബ് തന്നെ അല്ലെങ്കിൽ ആ പള്ളി തന്നെ ആ ജസ് കിടക്കും എന്താണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ കാണിക്കപ്പെടുന്ന ആ കണ്ട അപ്പൊ അള്ളാന്റെ റസൂലിന്റെ ജസദ് തന്നെ അപ്പൊ നിങ്ങൾ ഈ റൂമിൽ ആ റൂമിലേക്ക് ഷിഫ്റ്റായി പ്രിയമുള്ള നിങ്ങളെ എന്ന് പറയുന്നത് ഞാനല്ല നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങളെ ഇപ്പത്തെ ഉപ്പാപ്പ ഔലിയ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഔലിയാക്കിയെടുത്ത കൂറ തങ്ങ പാവപ്പെട്ട മനുഷ്യനെ അയാളെ കൊണ്ടുപോയിട്ട് പിടിച്ചിട്ട് എനിക്ക് ഒരു ഇൽമില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും നിങ്ങൾ അയാളെ കാലിയാറാക്കിയിട്ട് ഇപ്പൊ ഔലിയ ഉപ്പാപ്പാക്കിട്ട് കൊണ്ട് ഇനി ഏറ്റവും വലിയ ടോപ്പ് ആര് അബ്ദുൽ ഖാദർ മൗലവി പൊന്മള അബ്ദുൽ ഖാദർ മൗലവിയുടെ പുതിയ ആപ്പിളെ പറയുന്നത് അബ്ദുൾ റസീദ് സക്കാഫി പറയുന്നതൊന്ന് കേട്ട മുസ്ലിയാരെ ഹബീബ് മരിച്ചിട്ടുണ്ടെങ്കിലും മരിച്ചിട്ടില്ല അല്ലേ കിടക്കുന്ന ജീവനോടെ നമ്മുടെ പരിപാടി കേൾക്കുന്നത് അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർ മരിച്ചുപോയവരാണെങ്കിലും അവരെ വിളിച്ചുകൊണ്ട് ബദരീങ്ങളെ കാക്കലേ മമ്പരും തങ്ങളെ രക്ഷിക്കലേ കണ്ടുപിടിക്കലേ കാക്കലേ ഇങ്ങനെ പെണ്ണുകാർക്ക് ചെല്ലാറുണ്ട് ചെറിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് സൂര്യൻ മറ്റുള്ള വീണവരും നമ്മുടെ പതിനീങ്ങളോട് പറയാറുണ്ട് എല്ലാ കാരണം അവർ മരിച്ചവരാണെങ്കിലും മരിച്ചവരല്ല ധിക്കാരികളല്ലേ നിങ്ങൾ ഇന്നക്കും മയ്യത്തൂൻ ഇന്നവും മയ്യത്തൂൻ ഖുർആനിനെ എതിർത്ത ധിക്കാരികളല്ല മുസ്ലിയാക്കന്മാരെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്ന് ഖുർആനിൽ ആയത്തിനെതിരായിട്ട് ഈ മുസ്ലിയാക്കന്മാർ കോമാളിത്തരം കെട്ടിട്ട് എന്റെ അടുത്ത് മുസ്ലിയാരെ ചോദിക്കാറേ കേട്ടു തരി നബി വഫാത്തായിനോ ഇല്ലേ നിങ്ങൾ ഒരു ദൗറ നടത്തി മർക്കസിലേക്ക് പോയിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ട് എല്ലാ മുസ്ലിയാക്കന്മാരും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ ഒരു VPM തങ്ങളുണ്ടോ തിരുവനന്തപുരം ജില്ലയിൽ പാടിയിട്ട് നബി വന്നിട്ട് മുത്തം കൊടുത്തിട്ട് കേരളത്തിന്റെ എല്ലാ കാക്കന്മാരുടെ അടുത്ത് നബി വരുന്നത് റഹ്മത്തുള്ള കാസിമി പറഞ്ഞ എന്തൊരു ICU വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് നബി പോയി അത്ര പിന്നെ ഇതാ ഒരു സഖാഫി അയാൾ പ്രാസംഗികൻ പബ്ലിക്കിൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ കേട്ടില്ലേ ആലിക്കുഞ്ഞ് മുസ്ലിയാരെ വീട്ടിൽ 5 ആൾ വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു താഴെ ബെഞ്ചിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഇരുന്നിട്ട് ഈ കാക്കന്റെ പുരയിൽ വന്നിട്ട് ഉമ്മന്റെ അടുത്ത് ചോദിച്ചത്രേ ആരെ ആലിക്കുഞ്ഞ് മുസ്ലിയാരെ ഉമ്മന്റെ അടുത്ത് ചോദിച്ച ആലിക്കുഞ്ഞ് ചെക്കന്റെ കുരുത്തക്കേട് ഇപ്പോഴുണ്ടാ 19ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു ബാളും കൊടുത്തിട്ട് പോയി യുദ്ധം ചെയ്തോളൂ ആ ബാലെന്താ AP കൊടുക്കാത്തതെന്ന് എനിക്ക് ഒരു വലിയ സംശയമുണ്ട് AP എത്തിച്ചിന് നല്ല ഉണ്ടായി ആ ബാൾ ഇപ്പൊ അമ്മൂന്റെ മുടി കൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കോടിക്കണക്കിലുണ്ടാക്കി ആ ബാൾ കിട്ടി നിങ്ങൾ എന്താ ഒട്ടിപ്പ അപ്പൊ ഇങ്ങനത്തെ വിശ്വാസം വെച്ച് പുലർത്തുന്ന സമസ്തക്കാരെ സലഫികൾക്ക് മറുപടി വരാൻ നിങ്ങൾ ആയിട്ടില്ല അതുകൊണ്ട് എന്റെ ചോദ്യം അപ്പൊ ഇതെന്തിന് ക്ലിപ്പിട്ടറിയോ ഈ സുഹരി മുസ്ലിയാർ വരുന്ന നബി വഫാത്തായിന്
ഉണ്ടോ ഇല്ലേ എന്ന്. എന്തിനറിയോ? ഇത് തരികിട പരിപാടി. അടുത്ത പിന്നെ ചർച്ചയിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ വരും. ഏതായാലും സൂര്യ മുസ്ലിയാർ നിങ്ങൾ തോറ്റിട്ട് ഞങ്ങൾ ജയിച്ചു എന്നല്ല. ഇസ്ലാം ഉണ്ടല്ലേ, ജയിച്ച മതം ജൈന മതമല്ല, ജയിച്ച മതം ഇസ്ലാം തന്നെ എന്നതിൽ ഒരു തർക്കമില്ല. ഇന്ദദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അത് ഞങ്ങളെ കഴിവൊന്നും അല്ല കെ എച്ച് സൂര്യ മുസ്ലിയാർ. അതുകൊണ്ട് നിങ്ങൾ ആകെ ബേജാറായിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ലോക്ക് ആക്കിയിട്ടുണ്ടല്ലോ, മൂസനെ നിങ്ങൾ ഒളിപ്പിക്കാൻ നോക്കിയെങ്കിലുണ്ടല്ലോ, നിങ്ങളെ സത്യം പുറത്തു വരാതിരിക്കല മുസ്ലിയാരെ. അതുകൊണ്ട് ഇന്നൽ ബാതില കാന ദഹൂഖാ. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون. എന്നാൽ നാം സത്യത്തെ എടുത്ത് അസത്യത്തിന്റെ നേർക്ക് എറിയുന്നു. അങ്ങനെ അസത്യത്തെ അത് തകർത്ത് കളയുന്നു. അതോടെ അസത്യം നാശമടയുകയായി. നിങ്ങൾ അള്ളാഹുവെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് നാശം. ആ നാസം പേര് നടക്കണോ കെ എച്ച് സൂര്യ മുസ്ലിയാർ? നിങ്ങൾക്ക് നാസം. അല്ലാഹു അക്ബർ വൽ ഹഖ്ഖു യഅലു അബദാ വൽ ബാതിൽ യസൂലു അബദാ വൽ ബാതിലുൽ മഹ്സൂം യഫ്നാ സർമദാ. അല്ലാഹു റബ്ബുൽ ആലമീന വഹ്ദഹു വലാ നർജു സിവാഹു വലാ നഖ്സാ അഹദാ മൻ ആദല്ലാഹ ഖാബ വൻകസറ. ആദ്യം പാടി വെച്ച ഈ ബൈത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇത് പിന്നെ പാടിത്തരുന്നത് എന്തിനല്ലോ? നിങ്ങളെ നെഞ്ഞിക്ക് കൊട്ടവലാന്ന് ഈ തൗഹീദിന്റെ പാട്ട്, നിങ്ങളെ പരാജയം. അതുകൊണ്ട് ഇനി തുടരുക തന്നെ ചെയ്യും. നിങ്ങൾ 1 മണിക്കൂറോളം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, മൈലാല എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട്. അതുകൊണ്ട് വൽ മജ്ദു ലിർറഹ്മാനി ദായിമൻ അബദാ. കേട്ടോളൂ മൈലാല. അല്ലാഹു അക്ബർ വൽ ഹഖ്ഖു യഅലു അബദാ. മനസ്സിലായി? അതുകൊണ്ട് തുടരുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര ഗ്രൂപ്പ് ലോക്ക് ആക്കിയിട്ട് വെച്ചിട്ട് എന്നെ നിങ്ങൾ പരിഹസിച്ചാലും, നിങ്ങൾ യൂട്യൂബിൽ കേട്ടാലും നിങ്ങളെ പിന്നാലെ ഉണ്ടാകും. അല്ലെങ്കിൽ ധൈര്യത്തോടെ നേർക്ക് നേരെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാർ. എന്നിട്ട് ഇയാളെ യുക്തി അതിന്റെ അർത്ഥത്തിൽ ഞാനും പൊളിച്ചു തരുവാന്ന് മൂസ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ കൊണ്ടുവന്നതിന് തെളിയിക്കേണ്ട രാജ. സൂറത്ത് മാഇദയിലെ 55-ാമത്തെ ആയത്തിൽ മരിച്ച മയ്യത്തിന്റെ അടുത്ത് സിയമ്മയുടെ ഊറിനെയും അതുപോലെ സയ്യിദ് മദനെയും അതിൽ മുഹദ്ദീൻ ഷേഖനെയും റിഫായി ഷേഖനെയും മമ്പുറത്തങ്ങളെയും മനമ്പത്തെ ചേച്ചിയും പിന്നെ കൂറത്തങ്ങളെയും കുഞ്ഞിക്കോയത്തങ്ങളെയും എല്ലാം വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്താലും അയാൾ പിന്നെ ഒരു ക്ലിപ്പിലുണ്ട്, ഞാൻ കൊണ്ടുവരുന്നത് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അവസാനം പറഞ്ഞിട്ട് ഇതൊക്കെ തരികിട പരിപാടി ഒപ്പിച്ചിട്ട് ഒരു ക്ലിപ്പ് എനിക്ക് ഇപ്പൊ കിട്ടി. 4 മിനിറ്റ് 5 മിനിറ്റ് ചില്ലറ 4 മിനിറ്റ്. അതിൽ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു 7 ദിവസം കൊണ്ട് മദീനയിലേക്ക് വന്നു. എന്നിട്ട് 2 ദിവസം കൊണ്ട് തിരിച്ചുപോയി. എങ്ങനെ വന്നു, എങ്ങനെ പോയി, ഇയാൾക്ക് തലപുണ്ണ് ഒരു കഥ. ഈ കഥയും കൊണ്ടൊന്നും രക്ഷപ്പെടൂല. അതിന് ഞാൻ വളരെ വ്യക്തമായിട്ട് കക്കുഞ്ഞ മൈലാർക്ക് മറുപടി കൊടുത്ത ഒരു സംഭവം. അത് ഇൻഷാ അല്ലാഹ് അത് സത്യാന്ന് തെളിയിക്ക്. ശരിയായ ഹദീസിന്റെ ഒരു കഥ കൊണ്ടുവന്നിട്ട് ഈ കഥ പലതും ഉണ്ടാവും. കഥന്റെ പിന്നാലെ പോകേണ്ടവരല്ല മുസ്ലിങ്ങൾക്ക് ഒരു ഖുർആനുണ്ട്, ഹദീസുണ്ട്, ഇമാമികളുണ്ട്, പഠിപ്പിച്ചു തന്ന ഒരു വാസ്തവം സത്യമുണ്ട് മൈലാർ. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടൂല. ഇൻഷാ അല്ലാഹ് നിങ്ങളെ പിന്നാലെ ഉണ്ടാവും. ഇത് ആദ്യത്തെ തുടക്കം മനസ്സിലാക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.